അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം അൽ കഹഫ് സൂറത്തിൻ്റെ മഹത്വവും പ്രതിഫലത്തെക്കുറിച്ചിട്ടാണ്. വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ സൂറത്താണ് സൂറത്തുൽ കഹഫ്. 110 ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ഈ സൂറത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും വിവരിക്കുന്ന നിരവധി തിരുവചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഓരോ വെള്ളിയാഴ്ചയും ഈ സൂറത്ത് മൂന്നാവർത്തി ഓതൽ സുന്നത്തായിരുന്നു തന്നെ. സുന്നത്തായത് തന്നെ ഇതിൻ്റെ മാഹാത്മ്യത്തെ കുറിക്കുന്ന വെള്ളിയാഴ്ച രാവും പകലും ഇത് പാരായണം ചെയ്യൽ സുന്നത്താണ്. റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം അൽ ബറാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ മേഘത്തിനോട് സൗമ്യമുള്ള ഒരു പ്രത്യേക നിഴൽ തൻ്റെ തലക്ക് മുകളിൽ പ്രത്യക്ഷപ്പെട്ട് അത് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൻ്റെ സമീപത്ത് 2 കയറുകളിൽ കെട്ടി ഇടപ്പെട്ടിരിക്കുന്ന കുതിര ചാടാൻ തുടങ്ങി. അടുത്ത പ്രഭാതമായപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച് വിഷയം പറഞ്ഞു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു, ഖുർആൻ പാരായണം കാരണമായി വാനലോകത്തു നിന്ന് ഇറങ്ങി വന്ന കാരുണ്യത്തിൻ്റെ മലക്കുകളാണിത്. ബുഖാരി മിഷ്കാത്ത് 184 കാണാം. ഈ സംഭവത്തോട് സമാനമായ മറ്റൊന്ന് സൂറത്തുൽ ബഖറയിലും വിവരിച്ചിട്ടുണ്ട്. ദജ്ജാലിൻ്റെ ഭീകരതയിൽ നിന്നുള്ള മോചനം അവസാന നാളിൽ വിശ്വാസികൾ നേരിടേണ്ടി വരുന്ന അതിഭയാനകമായ വിപത്തുകളിൽപ്പെട്ടതാണ് ദജ്ജാലിൻ്റെ ആഗമനം. നല്ല മനുഷ്യരെ വഴിതെറ്റിക്കാനുള്ള കഠിന ശ്രമങ്ങൾ ദജ്ജാലിൽ നിന്നുണ്ടാവും. ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ 5 നേരത്തെ ഫർള് നിസ്കാരത്തിന് ശേഷം ഒടുവിലത്തെ അത്തഹിയാത്തിൽ ദുആ ചെയ്യണമെന്ന് പ്രത്യേകം പഠിപ്പിച്ചത് അവൻ്റെ ഭീകരതയുടെ ഭയാനകതയെ സൂചിപ്പിക്കുന്നു. വെള്ളിയാഴ്ച ദിനങ്ങളിൽ ഈ സൂറത്ത് ഓതുന്നത് പ്രത്യേകം സുന്നത്താണ്. ജുമുഅക്ക് പോകുന്ന പുരുഷന്മാർക്കും മാത്രമല്ല വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം ഒരാൾ സൂറത്തുൽ കഹഫ് ഓതിയാൽ 2 വെള്ളിയാഴ്ചക്കിടയിലെ സമയങ്ങളെത്രയും അവൻ്റെ ഹൃദയവും ഖബറും പ്രകാശിക്കുന്നതാണ്. ബൈഹഖി മിർക്കാത്ത് 2605 കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നിവർ ഉദ്ധരിക്കുന്നു, വെള്ളിയാഴ്ച രാത്രിയോ പകലോ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുന്നവന് അവൻ ഓതുന്ന സ്ഥലത്തു നിന്ന് തുടങ്ങി വിശുദ്ധ മക്ക വരെ വ്യാപിക്കുന്ന പ്രകാശം നൽകപ്പെടും. ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ പാപമോചനം ലഭിക്കും. 70,000 മലക്കുകൾ പ്രഭാതം വരെ അവന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. രോഗവിപത്തുകളിൽ നിന്ന് മുക്തി ലഭിക്കും. വെള്ളപ്പാണ്ട്, കുഷ്ഠം, ശ്വാസകോശ രോഗം തുടങ്ങിയ രോഗങ്ങളിൽ നിന്നും ദജ്ജാലിൻ്റെ ഭീകരതയിൽ നിന്നും സുരക്ഷ ലഭിക്കും. ഇഹ്യാ 1:193 കാണാം. അപ്പോൾ ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.